നമ്മുടെ മീഡിയ വൺ എത്രത്തോളം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു? ഇവിടുന്ന് ഒരു ടീമിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, അവരെത്തിയോ അവിടെ? ഒരു പേടിയും വേണ്ട, സമഗ്ര കവറേജ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് 101% ഉറപ്പാണ്. നമ്മുടെ ടീമെല്ലാം തന്നെ പ്രധാന വേദിയിൽ നമ്മുടെ സ്റ്റോളിൽ സെറ്റായി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഘോഷയാത്രയോടൊപ്പമാണ്. അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രോഗ്രാംസുകളും ഇവന്റുകളും എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ദിവ്യ, ശരി, നാളെയാണല്ലോ ഉദ്ഘാടന ചടങ്ങ്, ഉദ്ഘാടന സമ്മേളനമൊക്കെ. എങ്ങനെയാണ്? പ്രത്യേക അതിഥികൾ ആരൊക്കെ ഉണ്ടാകും അക്ഷയ? നാളെ ഉദ്ഘാടനം പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നടത്തുക. പ്രധാന വേദിയായിട്ടുള്ള നേരത്തെ നമ്മുടെ കെ രാജൻ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം മോഹിനിയാട്ടം, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരത്തോടുകൂടി അരങ്ങുണരുന്നതായിരിക്കും. നേരത്തെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ തരത്തിലും ഒരുക്കങ്ങൾ സജ്ജമാണെന്നുള്ളത്. അതിൽ നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ്, കലാമേള എന്ന് പറയുമ്പോൾ പഴയിടം എന്ന പേര് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. പഴയിടത്തിന്റെ ആ ഒരു രുചിക്കൂട്ട്, അതിന് എല്ലാ കാലത്തും കൃത്യമായിട്ടുള്ള ആസ്വാദകരുണ്ട്. അത്രയും എന്താ പറയുക, ഫേമസ് ആണ് പഴയിടത്തിന്റെ ആ രുചിക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കലവറ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്, പാലുകാച്ചലെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഏതൊക്കെ പായസങ്ങളാണ്, എന്തൊക്കെ വിഭവങ്ങളാണ് ആ കലവറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളൊരു ആകാംക്ഷ കൂടെ എല്ലാവർക്കും ഇതിലുണ്ട്. എന്തായാലും തൃശ്ശൂർ സജ്ജമാണ്. പൂരനഗരി കുട്ടികളെ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഇതാ തൃശ്ശൂർ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ അതിന്റെ ആവേശവും കലോത്സവത്തിന്റെ ഊർജ്ജവും ആവേശവും എല്ലാം തന്നെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ, ഇപ്പോൾ പ്രധാന വേദിയിലേക്കാണോ പോകുന്നത്? അതെ, അതായത് സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ട് നേരത്തെ സ്വർണ്ണക്കപ്പ് ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്തി. അവിടെ നിന്ന് മന്ത്രിമാരായ കെ രാജനും വി ശിവൻകുട്ടിയും ഈ സ്വർണ്ണക്കപ്പ് സ്വീകരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ തവണ തൃശ്ശൂരിനാണ് കപ്പ് കിട്ടിയത്. 1 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പാലക്കാടിന് കിരീടം നഷ്ടമാകുന്നത്. അതായത് 1008 പോയിന്റാണ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിന് ലഭിച്ചത്, 1007 പോയിന്റ് പാലക്കാടിനും. അപ്പോൾ ഈ മറ്റ് ജില്ലകളിലൂടെ തന്നെ കറങ്ങി വന്ന്, അതായത് സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തുടക്കം കുറിക്കുന്നത്, സ്വർണ്ണക്കപ്പ് അതിന്റെ പര്യടനം കുറിക്കുന്നത് കാസർഗോഡ് നിന്നായിരുന്നു, മഞ്ചേശ്വരത്ത് നിന്നാണ് ഇത്തവണ തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശക്തൻ സ്റ്റാൻഡിലെത്തി സ്വർണ്ണക്കപ്പ്. അവിടെ നിന്ന് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ശേഷം അത് CMS സ്കൂളിലെത്തിച്ചു. അവിടെ നിന്ന് ഘോഷയാത്രയായി പ്രധാന വേദിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് പോകുന്നത്. അവിടെ ശക്തന്റെ മണ്ണിൽ തൃശ്ശൂരിൽ ഇതാ വീണ്ടും ഒരു കലാമേളക്കരങ്ങുയരുകയാണ്. നാളെ തിരശ്ശീല ഉയരുകയാണ്. നാളെ തിരുതെളിയും 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കമാണ് ഇനി തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലും തന്നെയാണ് തൃശ്ശൂർ നഗരം, തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നാകെയുള്ളത്. ഇന്നിപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഘോഷയാത്ര ഇതാ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രധാന വേദിയിലേക്കാണ് പോകുന്നത്. കലാപൂരത്തിന് ശക്തന്റെ മണ്ണൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷയ തുടരുന്നുണ്ട്. അക്ഷയ, ഈ സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ആരൊക്കെ അനുഗമിക്കുന്നുണ്ട്? സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്രയെ മന്ത്രിമാരായ കെ രാജൻ, മന്ത്രി വി ശിവൻകുട്ടി, തൃശൂർ മേയർ എന്നിവരാണ് ഈ യാത്രയെ അനുഗമിക്കുന്നത്. ഈ സമയത്ത്, ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, നമുക്കറിയാം, ഏറ്റവും നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ പാടിയ ഒരു പാട്ടുണ്ട്, പൂരങ്ങളുടെ പൂരം ഉള്ളൊരു നാട് നമ്മുടെ നാട് എന്നുള്ളതാണ്. അതായത് ശക്തന്റെ മണ്ണിൽ എല്ലാ കാലത്തും നമ്മൾ ഉറ്റുനോക്കുന്നത് പൂരത്തിനാണ്. ആ പൂരം, അതായത് ആനയും ചെണ്ടമേളവും വെഞ്ചാമരവും അതുപോലെ തന്നെ കുടമാറ്റവും എല്ലാമുള്ള ആ ഒരു വർണ്ണാഭമായ പൂരം, ആ വർണ്ണാഭമായ പൂരത്തിന് ഇതാ ഇപ്പുറത്ത് ഞങ്ങൾ ഒരു മറുപൂരം വെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് കലോത്സവം, അതായത് സ്കൂൾ കലോത്സവം, ഏഷ്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് കേരള സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ആ കലോത്സവം 64ാമത് സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആവേശവും ഊർജവും എല്ലാം സംഭരിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര കടന്നുപോകുന്നത് എന്ന് വേണം പറയാൻ. അതായത് SPC കേഡറ്റുകളുണ്ട്, NCC കേഡറ്റുകളുണ്ട്, JRC കേഡറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളെ അണിനിരത്തിയുള്ള ഒരു ഘോഷയാത്രയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ പ്രധാന വേദിയിലേക്ക് ഈ ഘോഷയാത്ര എത്തുന്നതായിരിക്കും.